വീണ വിജയൻ മിടുക്കിയായ സ്ത്രീ എന്ന് സജി ചെറിയാൻ വീണയുടെ കമ്പനി സേവനം നൽകിയിട്ടുണ്ടെങ്കിൽ പണം കൊടുത്തു കാണും. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. അതിൽ അന്വേഷണത്തിന്റെ ആവശ്യമില്ല. നിയമപരമായി നീങ്ങാൻ KSIDCക്ക് അവകാശമുണ്ടെന്നും സജി ചെറിയാൻ പറഞ്ഞു. അത് കേട്ടാ മതി ഞങ്ങൾക്ക്. ഒരു കാര്യം കേരളത്തിന്റെ മുഖ്യമന്ത്രി വേട്ടയാണെന്ന് പറഞ്ഞിട്ട് എത്ര കാലായി? നിലത്ത് നിൽക്കണ്ടേ? എപ്പോഴും ഫ്ലൈയിങ് ഓൾവേസ് അപ്പ് ഇൻ ദി എയർ. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിലാണല്ലോ കമല ഇന്റർനാഷണൽ നിങ്ങൾ പറഞ്ഞത്. ഈ നാട്ടിൽ ഇവർ പറഞ്ഞല്ലോ. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ഓഫീസ് കോൺഫറൻസ് ഹാൾ ഇത് തട്ടിപ്പിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുകയാണ്. ഞാൻ ആ സിംഗപ്പൂരിൽ പോയപ്പോൾ സിംഗപ്പൂർ മൊത്തം കറങ്ങി നോക്കി കമല ഇന്റർനാഷണൽ ഉണ്ടോ എന്ന്. അവിടെ കണ്ടില്ല. എനിക്ക് അപ്പോഴേ തോന്നി. വീണയുടെ കാര്യം പറഞ്ഞു. വീണ കല്യാണം കഴിച്ച് റിയാസുമായിട്ട് നല്ലൊരു കുടുംബജീവൻ നയിക്കുന്നു. ഇപ്പൊ അവർ കമ്പനി ഉണ്ടോന്നും എനിക്കറിയില്ല. 3 അതെ. ഇപ്പൊ 2 പുതുതായിട്ട് ചെയ്യാൻ പോകുന്നു. ഒന്ന് നെടുമങ്ങാട്, ഒന്ന് കാക്കനാട്. റിയാസുമായിട്ട് നല്ലൊരു കുടുംബജീവൻ നയിക്കുന്നു. ഇപ്പൊ അവർ കമ്പനി ഉണ്ടോന്നും എനിക്കറിയില്ല. അവര് മിടുക്കിയായ പെൺകുട്ടിയായിരുന്നു. കേട്ടില്ലേ ഈ സ്ട്രോങ്ങിന്റെ ഒരു ഭാഗ്യേ? ഇതൊക്കെ എന്ത്? അവര് മിടുക്കിയായ പെൺകുട്ടിയായിരുന്നു. ആ മിടുക്കിയായ പെൺകുട്ടി പഠിച്ചു. പിണറായി വിജയന്റെ മോള് പഠിക്കാതെ തന്നെ നടക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്നെ ഇട്ടുമൂടാനുള്ള പണം ഞാനങ്ങ് ദുബായിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ കമ്പനിക്ക് ആരെങ്കിലും സേവനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പണം കൊടുത്തു കാണും. ഇതെവിടെയാണ് ആശയക്കുഴപ്പം? ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ചക്കരക്കുളത്തിൽ കൈയിട്ട് വാരിയ നക്കായിരിക്കുന്നത് ആരെങ്കിലും? അരിതൊക്കെയല്ലേ. അന്വേഷണം രാഷ്ട്രീയമാണ്. ബോധപൂർവമായി കേന്ദ്ര ഗവൺമെന്റ് പല ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കുകയാണ്. അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. ഈ പറയുന്ന കമ്പനി, ആ കമ്പനിക്ക് അല്ലെങ്കിൽ KSIDCക്ക് നിയമപരമായി നീങ്ങാൻ അവകാശമുണ്ട്. അത് അവർ നിയമപരമായിട്ട് നീങ്ങട്ടെ. അത് നമ്മളുമായി ബന്ധപ്പെട്ടതല്ല. മടിയിൽ കരമുള്ളവരെ വഴിയിൽ ഭയമുള്ളൂ.